മരണം എല്ലാവരെയും പേടിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ എല്ലാവരും അത്ഭുതം. ഇതുവരെ മരണത്തിൻ്റെ ഒരു കംപ്ലീഷൻ എന്താണെന്ന് അറിയില്ല. മരണം പുനർജന്മം ഉണ്ടെന്ന് പലരും പറയുന്നു. ചിലർ പറയുന്നു മരണശേഷം സ്വർഗത്തിന് വേണ്ടി ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഒരു സയൻറ്റിഫിക്കൽ അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ഡോക്ടർമാർ പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു ബ്രെയിൻ ഡെത്ത്, ആ ഡെത്ത് ഈ ഡെത്ത് എന്നൊക്കെ പറയുന്നു. ശരിക്കും ഈ മരണം എന്താണ്? ഭഗവത്ഗീത പറയുന്നത് ഒരു പൂവിൽ നിന്നുള്ള സുഗന്ധത്തെ കാറ്റ് വേറൊരു സ്ഥലത്തേക്ക് നീക്കുന്നത് പോലെയാണ് അത്ര മരണം എന്ന് പറയുന്നത്. കാറ്റൊരിക്കലും പൂവിനെ അല്ലെങ്കിൽ ആ ചെടീനെ നീക്കില്ല. നീക്കുന്ന എന്തിനാണ്? സുഗന്ധത്തെ മാത്രമാണ് നിൽക്കുന്നത്. ആ സുഗന്ധം എന്ന് പറയുന്ന ആ സൂക്ഷ്മ ശരീരമാണ് ശരിക്കും നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. അത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നീക്കപ്പെടും. ആ ഒരു പ്രോസസ്സാണ് ശരിക്കും മരണത്തിലൂടെ സംഭവിക്കുന്നതെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് മരണം എന്ന് വെച്ചാൽ നമുക്ക് 4-5 ലെവൽസ് ഉണ്ട് നമ്മുടെ നിലനിൽപ്പിന്. അതായത് ഒന്ന് പറയാൻ നമുക്ക് ഈ സ്ഥൂല ശരീരം എന്ന് പറയാം. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശരീരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാക്കുന്നത് ഈ കാണുന്നത്. പിന്നെ നമുക്കൊരു പ്രാണ ശരീരമുണ്ട്. പ്രാണ എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസം ഇതൊക്കെ ഉള്ളത്. പിന്നെ അടുത്തത് മൈൻഡ് എന്ന ഒരു സംഭവമുണ്ട്. മനോമയ കോശ എന്നാണ് അതിനെ പറയുന്നത്. മനോമയ കോശ. അപ്പോ അന്നമയ കോശ അതാണ് ശരീരം. അന്നം കഴിച്ചിട്ടുണ്ടാവുന്നതാണ് ശരീരം, അന്നമയ കോശ. പിന്നെന്താണ്? പ്രാണമയ കോശ, ശ്വാസം. പിന്നെ മനോമയ കോശ, മൈൻഡ്. പിന്നെ വിജ്ഞാനമയ കോശ, അതായത് നമ്മളുടെ അറിവും അനുഭവങ്ങളും ഓർമ്മയൊക്കെ നിൽക്കുന്നതാണ് വിജ്ഞാനമയ കോശ. പിന്നെ ആനന്ദമയ കോശ എന്ന് പറയും, അതാണ് നമ്മുടെ ആത്മാവ്. അങ്ങനെയാണ് ഈ ലോകത്തെ എല്ലാ മനുഷ്യനും ഈ 5 ലെവലിലൂടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇങ്ങനെ 5 ലെവലാണ്. അപ്പോൾ മരണം സംഭവിക്കുന്നത് ശരിക്കും ഈ പ്രാണമയവും അന്നമയവും എന്ന് പറഞ്ഞാൽ ഈ 2 ലെവലും, അതായത് ശരീരവും ശ്വാസവും നിലക്കുന്നതോടുകൂടിയിട്ട് മരണം സംഭവിക്കുന്നു. ഡോക്ടേഴ്സിന്റെ മുമ്പിൽ മരണം സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ കഠോപനിഷത്ത് പറയുന്നത് അല്ലെങ്കിൽ ഭഗവത്ഗീത പറയുന്നത്, നമ്മുടെ ഉപനിഷത്തുകളും വേദങ്ങളും പറയുന്നത് ഈ 3 ലെവലും പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എന്താണ്? മനോമയവും വിജ്ഞാനമയവും പിന്നെ ആനന്ദമയവും എന്ന് പറഞ്ഞാൽ 3 ലെവലും പിന്നെയും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി, വീണ്ടും വീണ്ടും പുനർജന്മങ്ങളിലൂടെ കടന്നുപോയി ഒരു അവസ്ഥ വരുമ്പോൾ ഈ മനോമയ കോശവും വിജ്ഞാനമയ കോശവും ഇല്ലാണ്ടായി മറ്റേ ആനന്ദമയ കോശം മാത്രമായിട്ട് അങ്ങോട്ട് അവശേഷിക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ മോക്ഷം, എൻലൈറ്റൻമെന്റ്, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അനുപമ സജ്ജി എന്നൊക്കെ പറയുന്ന വ്യക്തികള്, ഇപ്പൊ നമ്മള് പുഴക്ക് ഓരോ പേരിടൂല്ലേ, കാവേരി, ഗംഗ, യമുന എന്നൊക്കെ പറഞ്ഞിടുമല്ലോ. പക്ഷെ ഇതെല്ലാം ചെന്ന് ലയിക്കുന്നത് എന്തിലാണ്? സമുദ്രത്തിലാണ്. ഈ സമുദ്രത്തിൽ ലയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഗയാണ്, അത് യമുനയാണ്, അത് കാവേരിയാണെന്ന് നമ്മൾ സമുദ്രത്തിൽ നോക്കിയിട്ട് പറയില്ല. സമുദ്രത്തിലോട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ സമുദ്രം എന്നുള്ള ഒറ്റ പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ചെന്ന് ചേരുന്ന ഒരു സൂപ്പർ കോൺഷ്യസിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രകൃതിയിലേക്ക് ഈ എനർജി വന്ന് ചേരുന്നു, അതാണ് മോക്ഷം എന്ന അവസ്ഥ. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റീഇൻകാർണേഷന്റെ സയൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു സിമ്പിൾ ലോജിക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇത് ഭയങ്കര വലിയ സബ്ജക്റ്റ് ആണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ എന്ത് ഫീലിങ്സോട് കൂടിയിട്ടാണ് ഉറങ്ങണമെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ സങ്കടം ഉള്ള ഒരു സംഭവം ഉണ്ടായി ലൈഫിൽ, ആ സങ്കടത്തോടു കൂടിയാണ് ഉറങ്ങുന്നത്. അല്ലെങ്കിൽ എന്ത് ആലോചിച്ചിട്ടാണോ നമ്മൾ ഉറങ്ങുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത അതായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ലാസ്റ്റ് തോട്ടാണ് നമ്മുടെ പിറ്റേ ദിവസത്തെ ഫസ്റ്റ് തോട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ഫീലിംഗ് ആണ് നമ്മുടെ പിറ്റേ ദിവസം രാവിലത്തെ ഫസ്റ്റ് ഫീലിംഗ്. ഇത് തന്നെയാണ് ഡെത്തിന്റെ സീക്രട്ട് എന്നാണ് കഠോപനിഷത്ത് പറയുന്നത്. അതായത് നമ്മൾ എന്ത് അവസ്ഥയിലാണോ, എന്ത് മാനസികാവസ്ഥയിലാണോ നമ്മൾ മരിച്ചു പോകുന്നത്, അതേ മാനസികാവസ്ഥയിൽ നമ്മുടെ അടുത്ത ജന്മം കണ്ടിന്യൂ ചെയ്യുന്ന പറയുന്നത്. അതുകൊണ്ടാണ് പറയണത് നമ്മള് പൈസ സമ്പാദിക്കലോ സ്വത്ത് സമ്പാദിക്കലോ ഒക്കെ അല്ല നമ്മൾ വേണ്ടത്. നമ്മുടെ മനസ്സിനെ ഈ ബോഡി, ഈ ശരീരം എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഒരു താമസ സ്ഥലം നമുക്ക് കിട്ടുമ്പോൾ, അത് എപ്പോഴും കിട്ടുന്നതല്ല, ഇതൊരു ഗിഫ്റ്റാണ്. അത് കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈ പറയുന്ന നമ്മുടെ മനസ്സ്, ആ മനസ്സിനെ ഏറ്റവും കൂടുതൽ ശുദ്ധമാക്കി വെക്കാൻ നമുക്ക് സാധിച്ചാൽ, അത് അതേ ക്വാളിറ്റിയോടുകൂടി നമുക്ക് മരിക്കാനും അതേ ക്വാളിറ്റിയോടുകൂടി നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. ഈ പഴയ പണ്ടത്തെ തമിഴ് ബ്രാഹ്മണരുടെ ഇടയിൽ
ഒരു ഒരു ആചാരമുണ്ട്. അങ്ങനെയെന്നറിയാം. ഒരു ഉറക്കം എണീറ്റിട്ടുണ്ടെങ്കിൽ പായ മടക്കി വെച്ചിട്ട് അതിൽ വെള്ളം തെളിച്ച് വെക്കും. അതായത് ഒരു ഉറക്കം കഴിയാന്ന് പറയുന്നത് ഒരു മരണം കഴിയുന്നതിന് തുല്യമാണ് ശരിക്കും. അപ്പൊ ഓരോ ഉറക്കവും ശരിക്കും ഒരു മരണം പോലെയാണ്. എന്നിട്ട് അവര് അബദ്ധത്തിൽ എങ്ങാനും ആ പായൽ പോയി തൊട്ടിട്ടുണ്ടെങ്കിൽ അവർ കുളിക്കും. പിന്നെ അപ്പൊ അത്രയധികം അങ്ങനത്തെ ഒരു ആചാരം പണ്ടത്തെ ബ്രാഹ്മണരുടെ ഇടയിൽ, തമിഴ് ബ്രാഹ്മണരുടെ ഇടയിൽ പണ്ടുണ്ടായിരുന്നു, വളരെ പണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് ഉറക്കം ശരിക്കും ഒരു മരണത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഒരു കുഞ്ഞ് അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ വിചാരം ഈ മൈൻഡ് നമ്മുടെ ശരീരത്തോടുകൂടി അവസാനിക്കുന്നു എന്നാണ്. നമ്മളെല്ലാരും വിചാരിക്കണേ ശരീരം ഇല്ലാണ്ടായ മൈൻഡ് ഇല്ലാണ്ടാവുന്നതാണ്. ഇതിന്റെ അകത്താണ് ഇരിക്കണമല്ലോ. ഇതിന്റെ അകത്തല്ല ഇരിക്കുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ ഉപനിഷത്തും വേദങ്ങളാണ് ഈ പറയുന്നത്. ഇനി കമാൻഡിൽ എന്നെ എടുത്തിട്ട് വീക്കരുത് ആൾക്കാർ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ വെറും എനർജിയാണ്. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷം തോന്നുമ്പോൾ ഒരു എക്സ്പാൻഷൻ തോന്നുന്നത്. ശരിയല്ലേ? അത്രയും ആൾക്കാർ യോജിക്കുമല്ലോ. എന്താണ് എനിക്ക് സന്തോഷം തോന്നുമ്പോ എന്തോന്ന് വികസിക്കുന്ന പോലെ തോന്നുന്നുള്ളൂ. ഉണ്ടോ ഇല്ലേ? കറക്റ്റല്ലേ? അതെന്തുകൊണ്ടാണ്? ആ എനർജി ആയതുകൊണ്ടാണ് ആ എക്സ്പാൻഷൻ തോന്നുന്നത്. നമുക്ക് വിഷമം തോന്നുമ്പോ ഒരു കോൺട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തോന്നുള്ളിൽ ഇങ്ങനെ ചുരുങ്ങി അങ്ങോട്ട് ഇല്ലാണ്ടായി പോണ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല, കറക്റ്റല്ലേ? ഒന്നിനൊരു മൂഡില്ല, എല്ലാ എനർജിയും താഴോട്ട് പോകുന്നു. അപ്പോ ഈ എനർജി എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ മൈൻഡ്. അതിനെ എക്സ്പാൻഡ് ചെയ്യിക്കാനും അതിനെ കോൺട്രാക്ട് ചെയ്യാനും ഉള്ള കഴിവുണ്ട്. തന്നെത്താനെ അതിന് കഴിവുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാനും പറ്റും. ഓക്കെ, ഈ സംഗതി ഒരിക്കലും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ളതല്ല, ശരീരത്തിന്റെ പുറത്തുള്ളതാണെന്നാണ് പറയുന്നത്. ശരിക്കും മൈൻഡിന്റെ ഉള്ളിലാണ് ബോഡി എന്ന് പറയുന്നത്, അല്ലാണ്ട് ബോഡിയുടെ ഉള്ളിലല്ല മൈൻഡ്. അത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഇതാണ് സത്യം. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലെങ്കിലും സത്യം മാറൂല്ലോ. ഞാൻ ഉൾക്കൊള്ളില്ല എന്ന് വെച്ചിട്ട് സത്യത്തിന് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ആക്ച്വലി മൈൻഡിന്റെ ഉള്ളിലാണ് ബോഡി, അല്ലാണ്ട് ബോഡിയുടെ ഉള്ളിലല്ല മൈൻഡ്. മൈൻഡ് ഇസ് ഓൺലി എനർജി. ആൻഡ് എനർജി ക്യാൻ ഓൺലി, എന്താ പറയുക, നമ്മൾ പറയില്ലേ, എനർജി ക്യാൻ നെയ്തർ ബി ഡിസ്ട്രോയ്ഡ് നോർ ബി ക്രിയേറ്റഡ്, ഓൺലി ട്രാൻസ്ഫോംഡ് ഇൻ ടു അനദർ ഫോം. അപ്പൊ നമ്മൾ ഈ എനർജിയാണ് നശിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഈ എനർജിയാണ് മൈൻഡ്. ഈ മൈൻഡിന്റെ കുറെ ഇംപ്രഷൻസ് ആണ്, എന്താ പറയാ, കുറെ വാസനകൾ നമ്മൾ പറയും. അതായത് അനുഭവങ്ങളും അതിന്റെ പാഠങ്ങളും ഒക്കെയാണ് ഇതിലൊരു ഇംപ്രഷൻസ് ആയിട്ട് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ അടയാളങ്ങൾ എന്ന് പറയില്ലേ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള സംസാരം ഒരു ഓർമ്മയായിട്ട് എന്റെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ അത് അടയാളമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മയുണ്ട്, നമുക്ക് സന്തോഷം തരുന്ന ഓർമ്മയുണ്ട്. നമുക്ക് ആരോടെങ്കിലും ഒരു വിദ്വേഷ വൈരാഗ്യമോ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഓർമ്മയായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തമായ ഓർമ്മകൾ വരുന്നത്. അതിൽ ഒന്നാണ് ഹേറ്റ്രെഡ്. നമുക്ക് ആരോടെങ്കിലും ഭയങ്കരമായിട്ടുള്ള വെറുപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ ശക്തമായിട്ട് കിടക്കും. അപ്പോൾ അത് കാരണം നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഡിസയർ വന്നാൽ, എന്തിനോടെങ്കിലും കടുത്ത ആഗ്രഹം വന്നു, ആ ആഗ്രഹം മൂത്തിട്ട് അതൊരു കാമമായി മാറിയാൽ അത് നമ്മുടെ ഉള്ളിലൊരു കടുത്ത അടയാളമായിട്ട് മാറും. അപ്പോൾ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വരേണ്ടി വരും. അപ്പോൾ ഇതാണ് മൈൻഡ് വർക്ക് ചെയ്യണ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, കഠോപനിഷത്ത് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് വേറെ രീതിയിൽ അതേപോലെ തന്നെ അല്പം അലൈവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യണം. എന്തുകൊണ്ടാണ്? എനിക്ക് മടുത്തു, ജീവിതം മടുത്തു, കുറെ പ്രശ്നങ്ങളാണ്, ജീവിതം മടുത്തു, ഭയങ്കര വേദനയാണ്, ജീവിതം മടുത്തു. ആത്മഹത്യയോടുകൂടി ശരീരം ഇല്ലാണ്ടാവണുള്ളൂ, മൈൻഡ് ഇല്ലാണ്ടാവണില്ല. അപ്പൊ ഈ വേദന മൈൻഡിൽ അതേപോലെ നിൽക്കുന്നു, ശരീരം ഇല്ലാണ്ടും കൂടി ആയുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒരു ഡ്രൈവിന് പോവാം, സിനിമ പോവാം, ബീച്ചിൽ പോവാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം, കരയാം, ആരോടെങ്കിലും പറയാം. ഇതൊന്നും ഇല്ല. മനസ്സിൽ ഈ ദുഃഖവും കൂടി ഉണ്ടെങ്കിലുള്ള മനസ്സ് അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇതൊക്കെ ഉപനിഷത്തുകളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന് ഒരു ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ശരീരം കിട്ടിയേ പറ്റൂ. അമരണോത്സവമുണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ ആത്മാവിന്, അല്ലെങ്കിൽ ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എനർജിക്ക്, നമുക്ക് ആ എനർജി എന്ന് വിളിക്കാം. ആത്മാവെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങൾ വരും. ഈ എനർജിക്ക് വീണ്ടും അടുത്ത ശരീരം കിട്ടണവരെ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ അത് എത്ര നാള് കാത്തിരിക്കണം എന്നറിയില്ല. പക്ഷെ അത്രയും കാലം ഇത് അനുഭവിക്കുന്ന ഒരു വേദന, വിഷമമുണ്ട്. ഈ ഗുരുദേവ് ശ്രീ ശിവശങ്കരി പറയാറുണ്ട്, ആത്മഹത്യ എന്ന് പറയുന്നത് തണുപ്പ് സഹിക്കാതെ സ്വന്തം ജാക്കറ്റ് എടുത്ത് എറിയുന്ന പോലെയാണ്, ഊരി എറിയുന്ന പോലെയാണ്. എനിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ജാക്കറ്റ് ഊരി കളഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ആത്മഹത്യ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആത്മഹത്യ എന്നുള്ള വേറൊരു പ്രശ്നം പറയട്ടെ. ആത്മഹത്യ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം, ഇത് ഉപനിഷത്തുകൾ പറയുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോ ഒരു രോഗം സഹിക്കാണ്ട് ആത്മഹത്യ ചെയ്തു, ഭയങ്കര രോഗത്തിന്റെ വേദന സഹിക്കാണ്ട് ആത്മഹത്യ ചെയ്തു. നമ്മൾ ജനിച്ച ഉടനെ തന്നെ ആ രോഗമായിട്ടായിരിക്കും നമ്മൾ ജനിക്കാൻ പോകണം അടുത്തത്. അതാണ് ഇതിൽ നിന്നൊരു എസ്കേപ്പ് ഇല്ല.
നമ്മുടെ കർമ്മം എന്താണോ നമ്മളായിട്ട് അതിനെ ഒരിക്കലും അതിനെ ഫേസ് ചെയ്ത് തന്നെ നമുക്ക് തീർക്കേണ്ടി വരും. അല്ല ഇവിടെയാണ് ഈ ബുദ്ധിയില്ലാത്ത കുട്ടികളൊക്കെ ജനിക്കില്ലേ, അത് എന്തെങ്കിലും കർമ്മ? ഈ ബുദ്ധിയില്ലാത്ത കുട്ടികളിലേക്ക് പറഞ്ഞ മുമ്പേ ഒരു കാര്യം കൂടി പറയാം. ഈ നമ്മൾ ചിലപ്പോ ചില ആൾക്കാർ പറയും, എനിക്ക് എന്റെ അമ്മനെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല കേട്ടോ, കേൾക്കണം കേട്ടോ, തമാശ, അമ്മയുടെ സ്വഭാവം എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അമ്മയായിട്ട് അധികം അടുപ്പമൊന്നുമില്ല, അമ്മയായിട്ട് അകന്നാ താമസിക്കണത്. ഭയങ്കര വിറ്റ് എന്താ അറിയോ, ഈ സ്വഭാവം നമ്മൾ അനുഭവിക്കേണ്ട ഒരു കർമ്മമാണ്. ആ അമ്മയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കേണ്ട ഒരു കർമ്മമാണ്. അതിനെ നമ്മൾ എസ്കേപ്പ് ചെയ്താൽ എന്താ സംഭവിക്കാന്ന് അറിയോ, ഇതേ സ്വഭാവമുള്ള ഒരു ഭാര്യ ജീവിതത്തിലേക്ക് വരും. ഇനി ഭാര്യനെ നിന്നും എസ്കേപ്പ് ആയിരിക്കും, ഇതേ സ്വഭാവമുള്ള ഒരു മകളെ ചിലപ്പോൾ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ അതിനെ ഫേസ് ചെയ്ത് ആ കർമ്മം തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, മനസ്സിലുണ്ട്. അല്ലാണ്ട് ഇവിടെ എസ്കേപ്പിസം ഇല്ല, ഇവിടെ എസ്കേപ്പിസം എന്ന് പറഞ്ഞ സംഗതി ഇല്ല, ഒളിച്ചോടലില്ല. കാലത്ത് നമ്മൾ പറയുന്നത് നെഗറ്റീവ്സിനെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അത് വേറെ, ബന്ധങ്ങൾ എന്ന് പറയുന്ന സംഭവം വേറെ. അച്ഛൻ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ കർമ്മങ്ങളാണ്. ഞാൻ അമ്മ എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ അമ്മ എന്നുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞത്. ബാക്കി എന്ത് റിലേഷൻഷിപ്പ് നമുക്ക് കട്ട് ചെയ്യാം, ഒഴിവാക്കാം, ഇഗ്നോർ ചെയ്യാം, എന്തും ചെയ്യാം. അമ്മനെ എന്ത് ചെയ്യാൻ പറ്റും, അമ്മനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതെ, അപ്പൊ അങ്ങനത്തെ ചില സംഭവങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കുട്ടികൾ ജനിക്കുന്നത്, അത് രണ്ട് കാരണങ്ങൾ ഉണ്ടാവും. ഒന്ന് ചിലപ്പോ അവരുടെ കർമ്മമായിരിക്കാം, രണ്ട് ചിലപ്പോ വേറെ ഉദാഹരണം പറയണത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സേവന മനോഭാവം കുറവാണെങ്കിൽ, അതായത് ആരെയും സഹായിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് തീരെ ഇല്ലെന്നായിരിക്കും. ഒരു മനുഷ്യനെ സഹായിക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ആളുകൾ ജനിക്കും എന്ന് പറയണ. കാരണം നിങ്ങൾ പിന്നെ ഇവരെ സേവിച്ച് ആ ഒരു കടം തീർക്കാൻ വേണ്ടിട്ട്. അങ്ങനെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ? അതായത് ഈ ജന്മം മുഴുവനും ഞാൻ ഒരാളെയും സഹായിക്കാണ്ട്, ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കാണ്ട് സ്വാർത്ഥനായിട്ട് സുഖിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ജന്മം ഇങ്ങനെ ഒരാൾ എന്റെ കുടുംബത്തിൽ വരും. എന്തിനു വേണ്ടിയിട്ട്? അയാളെ സേവിച്ച് കഴിഞ്ഞ ജന്മത്തെ കടം മുഴുവനും തീർക്കാൻ വേണ്ടി. അത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ജനിക്കുന്ന ആൾക്കാർക്ക് അല്ല ആ കർമ്മം അനുഭവിക്കുന്നത്, അവരെ നോക്കുന്ന ആൾക്കാരാണ് ആ കർമ്മം അനുഭവിക്കുന്നത്. അതെ, കറക്റ്റ്, എക്സാക്ട്ലി. അപ്പൊ ഈ സ്വർഗമൊന്നും ഇല്ലല്ലേ? സ്വർഗം നരകം അത് ഭയങ്കര വലിയ ടോപ്പിക്കാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗവും നരകവും ഒരു മാനസികാവസ്ഥയാണ്. ഇല്ല, ശരിയല്ലേ? ശാന്തതയും സമാധാനമാണ് സ്വർഗം, ദുഃഖവും വിഷമവും എന്താണ് നരകമാണ്. പക്ഷെ കഠോപനിഷത്ത് പറയുന്നത് നമ്മുടെ സനാതന ധർമ്മ വിശ്വാസപ്രകാരം സ്വർഗവും നരകവും ഒരു ടെമ്പററി പ്ലേസ് ആണ്. അതായത് ഇപ്പോ അനുപമ ഒരു സ്ഥലത്ത് ജോലി ചെയ്തു, നല്ലോണം പെർഫോം ചെയ്തു, ആ സ്ഥാപനം അനുപമനോട് പറയണം, ഇത്രയും നിങ്ങൾ നല്ലോണം ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതാ ഒരു ഫോറിൻ ട്രിപ്പ് തരുന്നു, നിങ്ങൾ പോയിട്ടൊന്ന് കറങ്ങി സന്തോഷിച്ചിട്ട് വാ. ഇതാണ് ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള സ്വർഗം. അതായത് നമ്മൾ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്വർഗം തരുന്നു, കുറച്ചു നാളത്തേക്ക് പോയിട്ട് സുഖിച്ചിട്ട്, പക്ഷെ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരണം. അല്ലാണ്ട് സ്വർഗം ഇവിടെ എറ്റേണൽ അല്ല, നരകം ഇവിടെ എറ്റേണൽ അല്ല. നിങ്ങൾ കുറെ മോശം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ചെറിയ പണിഷ്മെന്റ് അനുഭവിച്ചിട്ട് വരും, പക്ഷെ തിരിച്ചു വരും. എറ്റേണൽ അല്ല. എറ്റേണൽ എന്നുള്ള വാക്ക് മനസ്സിലായി? അനശ്വരല്ല. സ്വർഗം ഇവിടെ സനാതന ധർമ്മപ്രകാരം അനശ്വരല്ല, നരകം ഇവിടെ അനശ്വരല്ല. ചെയ്തതിന് ഒന്ന് അനുഭവിച്ചിട്ട് വരുന്നു, നല്ലതാണെങ്കിൽ നല്ലത് അനുഭവിച്ചിട്ട് വരുന്നു, മോശമാണെങ്കിൽ മോശം അനുഭവിച്ചിട്ട് വരുന്നു. പക്ഷെ അത് ജീവിതകാലം എന്ന് വെച്ചാൽ സോളിന്റെ ഒരു എറ്റേണൽ തടവറയല്ല നരകവും സ്വർഗവും. കാരണം സ്വർഗം പോലും എറ്റേണൽ ആണെങ്കിൽ പിന്നെ അത് നരകമാണില്ലേ, ശരിയല്ലേ? എത്ര നാള് സ്വർഗത്തിൽ മടുക്കൂലേ, അത് നരകമായി മാറൂല.